ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ബീഫ് കറി ഉണ്ടാക്കി നോക്കിയാലോ. 1 കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. അതൊരു കുക്കറിനകത്തേക്ക് ഇടാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാവേ. കറിവേപ്പില ഇടുന്നുണ്ട്, കുറച്ച് കറിവേപ്പട്ട, കുരുമുളക്, പെരിഞ്ചീരകം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം കൂടി ഇട്ട്, പിന്നീട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടാണ് ഇത്. നമുക്ക് അല്പം വിനാഗിരി ഒഴിക്കണം. വിനാഗിരിയും കൂടി ഒഴിച്ച് നമുക്കത് അടച്ച് വെച്ച് 3 വിസിൽ വരുന്നിടം വരെ നമുക്ക് ആദ്യം 1 വിസിൽ നമ്മൾ അടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് പിന്നീട് 2 വിസിലൂടെ അടിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ സ്പൂൺ ഇതിനകത്തേക്ക് ഇടുന്നത് ഈ വെള്ളം ചീറ്റി വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് കുക്കറിനകത്ത് സ്പൂൺ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കേണ്ടതുണ്ട്. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടെ ആഡ് ചെയ്യാം. ഇപ്പം കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം ആഡ് ചെയ്തു. പെരിഞ്ചീരകം കൂടി നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണ് ആഡ് ചെയ്യാം. പിന്നീട് ഞാൻ കറിവേപ്പിലയും സവോളയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഈ സവോളയൊക്കെ അരിഞ്ഞ് വെച്ചത് ഇട്ട് നന്നായി വഴറ്റി നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ മൂപ്പിച്ചെടുക്കണം. ഇത് ഞാൻ ആവശ്യത്തിന് ഇറച്ചിക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പിടേണ്ട കാര്യമില്ല. പിന്നീട് നമുക്ക് മസാലയ്ക്ക് വേണ്ടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും, മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടിയും കൂടി എടുക്കുന്നുണ്ട്. പിന്നീട് 1 സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഞാൻ ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ്. പെരിഞ്ചീരകവും കുരുമുളകും ഇലക്ക എല്ലാം കൂടെ പൊടിച്ച് ഗരം മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും 1 സ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ സവാള എല്ലാം കൂടെ വഴന്ന് നല്ല മൂത്ത് വരുമ്പോഴത്തേന് അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് നന്നായി ഇത് പച്ചമണം മാറുന്നിടം വരെ, പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി ഇറച്ചിയുടെ ഇപ്പം വെന്ത് നന്നായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ സവാള കൂട്ടിലേക്ക് ഇറച്ചിയും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് വിളപ്പിക്കും. ഇപ്പം ഇതേ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്, ചപ്പാത്തിയോ പൊറോട്ടയുടെ കൂടെ. താങ്ക് യു ഫോർ വാച്ചിങ്.